ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ജിറാഫിനെ കണ്ടിട്ടില്ലേ? നമുക്കിന്നൊരു ജിറാഫിനെ വരച്ചാലോ? വളരെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ജിറാഫിനെ വരയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻസിൽ എടുത്തതിന് ശേഷം ഒരു യു ഷേപ്പിൽ ഞാൻ വരയ്ക്കുന്നത് പോലെ തന്നെ ഇതുപോലെ വരയ്ക്കുക. മുകൾ ഭാഗം ക്ലോസ് ചെയ്യേണ്ട. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത് ജിറാഫിൻ്റെ. അതിനുശേഷം വലതുവശത്തെയും ഇടതുവശത്തെയും ചെവി ഒരേ ഷേപ്പിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആ മുകളിലത്തെ ആ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തന്നെ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ചെവി വരയ്ക്കുമ്പോൾ വളരെ ഒരേ സൈസിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു റൗണ്ട് കൂടെ ഇതുപോലെ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിറാഫിൻ്റെ ആ കൊമ്പുള്ള ആ ഒരു ഭാഗം തലയുടെ മുകളിലായിട്ട് നമ്മൾ വരച്ച് ഇതുപോലെ തന്നെ വരയ്ക്കുക. 2 വര വരച്ചിട്ട് അതിന് മുകളിൽ റൗണ്ട് വരച്ച് തന്നെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ഫേസിൻ്റെ വരെ നമ്മൾ മൂക്കിൻ്റെ ആ ഒരു ഭാഗം കണ്ണിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ഇതുപോലെ 2ആയിട്ട് വരച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം സ്ക്രീൻ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ വായൊന്ന് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ജിറാഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ 2 കണ്ണുകൾ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ജിറാഫിൻ്റെ ആ ഒരു ഫേസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ടുള്ള ആ ഒരു കഴുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. കഴുത്ത് നിങ്ങൾക്കറിയാം, ജിറാഫിൻ്റെ കഴുത്ത് നമുക്ക് ആ ഒരു ഫേസിനെക്കാട്ടും ഒരുപാട് നീളം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നീളത്തിൻ്റെ ഇതനുസരിച്ച് കുറച്ച് നീളം കൂടിയ രീതിയിൽ തന്നെ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ആ ഒരു കഴുത്തിൽ നിന്ന് തന്നെ ആ ഒരു ബോഡിയുടെ ഭാഗം ഇതുപോലെ വരയ്ക്കുക. വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കൈയൊക്കെ ആ ഒരു ആംഗിൾ തന്നെ വരച്ച് നമ്മൾ കൊണ്ടുവരിക. ഇതുപോലെ വരച്ച് ആ ഒരു ബോഡിയിൽ നിന്ന് നേരെ കാലിലോട്ട് കാല് നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, നമുക്ക് ആനയുടെ കാല് വരയ്ക്കുന്നത് പോലെ അത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. വളരെ തിന്നായിട്ടുള്ള കാലുകൾ മതിയാകും. അതിനുശേഷം നമ്മുടെ ആ ഒരു കുളമ്പും കൂടെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു. നമ്മൾ ബാക്കിലത്തെ ആ ഒരു ഭാഗത്തെ 2 കാലും നമ്മൾ വരച്ചു. ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും മുമ്പിലത്തെയും കാലുകൾ ഇതുപോലെ നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. അതേ രീതിയിൽ അതേപോലത്തെ നമ്മൾ ആ ഒരു ഷേപ്പ് തിക്നെസ് നിങ്ങൾ അതേപോലെ എടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ വരച്ച 4 കാലിലും ആ ഒരു കുളമ്പ് അതുപോലെ വരയ്ക്കുക. നമ്മൾ വരച്ച ഫ്രണ്ടിലത്തെ കാലും ബാക്കിലത്തെ കാലും അതുപോലെ, എന്നിട്ട് അതിൻ്റെ അടുക്ക് ഇതുപോലെ വയർ നമ്മൾ ഇതേപോലെ വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ജിറാഫിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജിറാഫിന് കുറച്ച് പുള്ളികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു 2 കളർ ടോൺ വരുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഒരു പുള്ളികളും കൂടെ ശരീരഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ജിറാഫിൻ്റെ ആ ഒരു വാലും കൂടെ നമുക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ജിറാഫിൻ്റെ ആ ഒരു സ്കെച്ച് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. നമുക്ക് ആ ഒരു ജിറാഫ് നിൽക്കുന്ന ഒരു ഭാഗം കൂടെ ഇതുപോലെ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കളറിങ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഓറഞ്ച് കളർ നമ്മളെടുത്തു. ഓറഞ്ച് കളർ എടുത്തതിന് ശേഷം ആ ജിറാഫിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അടിക്കുകയാണ്. കളർ പെൻസിൽ എടുക്കുക. നിങ്ങൾക്ക് ക്രയോൺസോ, ഞാൻ ഇവിടെ കളർ പെൻസിലാണ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം ഉപയോഗിക്കാം. ഇതുപോലെ ആ ഒരു റൗണ്ടിനെ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ ഓറഞ്ച് കളർ കൊണ്ട് നമ്മൾ സാധാരണ ഔട്ട്ലൈനിൻ്റെ വെളിയിൽ പോകാത്ത രീതിയിൽ ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് വരിക. ഓറഞ്ച് കളർ കൊണ്ട് നമ്മൾ ആ ഒരു ശരീരവും തലഭാഗവും എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ലൈറ്റ് യെല്ലോ കളർ കൊണ്ട് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ബാക്കി പോർഷനും സെപ്പറേറ്റ് ചെയ്ത ആ ഒരു പോർഷനും ബാക്കിയുള്ള ആ ഒരു പുല്ലിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം ആ ഒരു പുള്ളി കൊണ്ട് നമ്മൾ ജിറാഫിനിട്ട് ആ പുള്ളിയുടെ അകത്തെല്ലാം നമുക്കൊരു യെല്ലോ കളർ കൊണ്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്താൽ മതിയാകും. യെല്ലോ കളർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കളർ പെൻസിൽ കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻസ് എല്ലാം നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച എല്ലാ പോർഷനും ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് വരയ്ക്കാൻ നോക്കുക.
അടുത്തത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു ഡാർക്ക് ഗ്രീൻ എടുത്ത് ആ ഒരു പുല്ലുകൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ജിറാഫിൻ്റെ ആ ഒരു കാലൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത്. അതിനുശേഷം നമ്മളൊരു ലൈറ്റായിട്ടുള്ള ഒരു ഗ്രീൻ എടുത്തതിന് ശേഷം അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ആ ഒരു പച്ചപ്പും കൂടെ നമ്മൾ കൊടുക്കുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ കളർ കൊണ്ടോ നമ്മളൊന്ന് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വരച്ച ജിറാഫിൻ്റെ പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് വരച്ച് സ്ക്രീൻ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പർ അയച്ചിടുക. വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അതും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.